ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് റംഷാദ് എന്നാണ്. നമ്മുടെ ഈ ഒരു ചാനലിൽ മുടിയെ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും പറയുന്നത്. പ്രത്യേകിച്ചും ചുരുണ്ട മുടിയെക്കുറിച്ചുള്ള വീഡിയോസും അതുപോലെ തന്നെ ഇതെങ്ങനെ കെയർ ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള എൻ്റെ അറിവുകളാണ് ഞാൻ നിങ്ങൾക്ക് പകർന്നു നൽകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് വരാം. ഞാനിപ്പോൾ കാണിക്കുന്നുണ്ട് നിങ്ങളെ എൻ്റെ മുടി ക്ലീൻ ചെയ്തിട്ട്. ഇനി ഞാൻ എന്ത് ചെയ്യാണ്, ഒരു കോം യൂസ് ചെയ്തിട്ട് എൻ്റെ മുടി നല്ല രീതിയിൽ ടാങ്കിൾസ് ഒക്കെ പോക്കുന്ന ഒരു പ്രോസസ്സാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ഒരു രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, മുടി വാർന്നെടുക്കണം കേട്ടോ. മുടി നല്ല രീതിയിൽ ചീകിയെടുക്കണം. താഴെ നിന്നും മുടി ചീകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം നിങ്ങൾക്ക് മുടി കൂടുതലും കൊഴിഞ്ഞു പോവാതെ മുടിയെ ക്ലീൻ ആക്കി എടുക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. ഈ ഒരു ടൈമിലാണ് നമുക്ക് കൂടുതലും മുടി പോകുന്നത് കേട്ടോ. നമ്മുടെ ബാക്ക് സൈഡിലെ മുടിയായിരിക്കും കേട്ടോ കൂടുതൽ കെട്ടുണ്ടാകുന്നത്. കാരണം നമ്മൾ കിടക്കുന്ന സമയത്തൊക്കെ ബാക്ക് സൈഡ് വെച്ചിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ആ ഒരു കൂടുതൽ കെട്ട് വരുന്നത് ബാക്കിലെ മുടിയായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു പെയറാക്കിയിട്ടൊക്കെ ബാക്കിലെ മുടി കൂടുതലും കെട്ടിറക്കാൻ ശ്രമിക്കുക. വളരെ ശ്രദ്ധയോടെ ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് മുടി മാത്രമാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ വിരൽ കൊണ്ട് എന്ത് ചെയ്യുക, ഇതുപോലെ ഒന്ന് ചീകി കൊടുക്കുക. അപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും എവിടെയെങ്കിലും ഇനി കെട്ടുകളും കാര്യങ്ങളും ഉണ്ടോ എന്നുള്ളത്. ഇനി ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കണ്ടീഷണർ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ കണ്ടീഷണർ യൂസ് ചെയ്യുന്നത് പല രീതിയിലായിരിക്കും. ചിലർ കുളിക്കുന്ന സമയത്ത് യൂസ് ചെയ്യുന്നവരുണ്ടാവും, ചിലവർ ഇത് കഴിഞ്ഞിട്ട് എന്നെ പോലെ എങ്ങനെ ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ എങ്ങനെ ചെയ്താലും നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു കണ്ടീഷണർ റിമൂവ് ചെയ്യണം. വെള്ളം ഉപയോഗിച്ചിട്ട് ഇതുപോലെ എന്ത് ചെയ്യണം, റിമൂവ് ചെയ്തിട്ട് കളയണം. അതൊരു 10 മിനിറ്റ് തലയിൽ വെച്ചിട്ട് പിന്നെ അത് എന്ത് ചെയ്യുക, റിമൂവ് ചെയ്യുക. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ടവലൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് നല്ല രീതിയിൽ എന്ത് ചെയ്യുക, റിമൂവ് ചെയ്തെടുക്കണം. മാർക്കറ്റിൽ പല രീതിയിലുള്ള കണ്ടീഷണേഴ്സ് അവൈലബിൾ ആണ്. നിങ്ങൾ നല്ല ബ്രാൻഡുകൾ നോക്കി മാത്രം ചൂസ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന കണ്ടീഷണർ അത് യൂസ് ചെയ്തിട്ട് നമ്മൾ റിമൂവ് ചെയ്യേണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ റിമൂവ് ചെയ്തിട്ടുള്ളത്. പിന്നീട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ ഒരു മുമ്പിലുള്ള മുടികളൊക്കെ പെയറായിട്ട് തന്നെ വെക്കാൻ ശ്രമിക്കണം. കാരണം ചില മുടികളൊക്കെ ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ടാവും. അതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു കാര്യം മസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ തലയൊന്ന് ആട്ടിയിട്ട് റിംഗ് ടൈപ്പ് കൂടുതലാക്കി എടുക്കുക എന്നുള്ളത്. ഈ സമയത്ത് നിങ്ങൾ എത്രത്തോളം മുടിയെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നതോ അത്രത്തോളം റിസൾട്ട് നമുക്ക് മുടി ഡ്രൈ ആകുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ കഴിയുന്നതും ടൈം എടുത്തിട്ട് എന്ത് ചെയ്യുക, മുടി റിംഗ് ടൈപ്പ് ആക്കി എടുക്കാൻ ശ്രമിക്കുക. ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് ലഭിക്കുകയുള്ളൂ കേട്ടോ. ഇതാണ് എൻ്റെ ഒരു 10-15 മിനിറ്റിന് ശേഷമുള്ള എൻ്റെ മുടിയുടെ റിസൾട്ട്. ഇതാണ് ഞാൻ ഇന്ന് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത് ഫാൻ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇന്ന് ഡ്രൈ ആക്കിയിട്ടുള്ളത് എൻ്റെ മുടി. അപ്പോൾ ഒരു 10 മിനിറ്റോളം ഫാനിൻ്റെ താഴെ ഇരുന്നിട്ടാണ് ഇപ്പോൾ മുടി ഡ്രൈ ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് എൻ്റെ റിസൾട്ട്. ഇതാണ് എൻ്റെ ഒരു ആഴ്ചയിലെ, ഒരു വീക്കിലെ ഹെയർ റൂട്ടീന്. ഞാൻ ആഴ്ചയിൽ ഒരു തവണ മാത്രമാണ് മുടി കഴുകാറുള്ളത്. കഴിയുന്നതും പുറത്തൊന്നും പോയില്ലെങ്കിൽ ഒരു തവണ മാത്രം. അല്ല എങ്കിൽ ഡ്രൈ ആവുകയോ അല്ലെങ്കിൽ ഡസ്റ്റൊക്കെ ആവുകയാണെങ്കിൽ മാത്രമാണ് ഞാൻ 2-3 തവണ മുടി വാഷ് ചെയ്യുന്നത്. കാരണം എൻ്റെ മുടിക്ക് അങ്ങനെ വാഷ് ചെയ്താൽ മതി. കാരണം എനിക്ക് ഡാൻഡ്രഫോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇത്ര മാത്രമാണ് ശ്രദ്ധിക്കാറുള്ളത്. അപ്പോൾ ഇനി ഒരു ആഴ്ചക്ക് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാട്ടർ സ്പ്രേ ചെയ്തിട്ട് മാത്രം ഈ ഒരു റിംഗ് ടൈപ്പ് കെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ മുടിയിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കത് സെറ്റ് ആവുന്നുണ്ടോ, സ്യൂട്ടബിൾ ആവുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്ക് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനലിലെ മറ്റ് വീഡിയോസ് നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അടുത്ത വീഡിയോസ് എന്തിനെക്കുറിച്ചാണ് വേണ്ടത് എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക്സ്.